വിദേശങ്ങളിൽ പോയിട്ട് ജോലിയെടുക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ പോയ കാലം മുതൽ അധ്വാനിച്ച് നല്ല നിലയിലായിട്ടുള്ളവരുണ്ട്. അത്രയും കാലപ്പഴക്കം കൊണ്ട് തന്നെ എവിടെയും എത്താത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ ചിലവരൊക്കെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ടാവും, കണ്ണീര് വീഴ്ത്തുന്നവരുണ്ടാവും, മക്കളെ കാണാനായിട്ട്, നാട്ടിലേക്ക് പോകാനായിട്ട്, അങ്ങനെ പലവിധ കാര്യങ്ങളെ കൊണ്ട് വിചാരിച്ചിട്ട് പുറത്തു കിടക്കാൻ പറ്റാത്ത പലവിധ അവസ്ഥയിലിരിക്കുന്നവരുണ്ടായിരിക്കും. പലവരും അനുഭവങ്ങളാണത്. വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയമുളത്ത്. അപ്പം അതിൽ പല കാരണങ്ങളെ കൊണ്ടാകാം അവർക്ക് വിസയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് ശരിയാക്കാൻ എല്ലാം ശരിയായിട്ടുണ്ടെങ്കിൽ വേറെ തടസ്സങ്ങൾ അങ്ങനെയൊക്കെയും കാണിക്കും. അപ്പം ശക്തമായിരിക്കുന്ന ചില ആഭിചാര ദോഷങ്ങളോ പ്രേത ദുരിതങ്ങളോ ശത്രുദോഷങ്ങളൊക്കെ കുടുംബപരമായിട്ടോ കർമ്മസംബന്ധമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ളതായ ദുരിതങ്ങളോ ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ ഈ വ്യക്തിയെ എവിടെ പോയാലും ആൾക്ക് ഒക്കെ ദുരിതങ്ങളായിരിക്കും. ഇപ്പൊ ജോലിയുടെ കാര്യത്തിലായാലും ശരി, പണിക്ക് വരാനായിട്ട് പറയുമ്പോൾ ജോലി ഇന്നമാതിരി ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഇത്ര ടൈമിൽ എത്തണം, ഇത്രാം തീയതി വരണം എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും മുടക്കായിരിക്കും പിന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ വിവരമായിരിക്കും പിന്നെ വന്നാൽ മതി ഇട്ടാന്ന്. അല്ലെങ്കിൽ പോകാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവും. ആ സമയം കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അതൊക്കെ മാറും, നല്ലൊരു അവസ്ഥയിലാവും. അപ്പൊ അങ്ങനെ ബന്ധനങ്ങളോ ശത്രുദോഷങ്ങളോ ദുരിതങ്ങളോ ഉണ്ട് വെച്ചെങ്കിൽ അത് കൃത്യമായിട്ട് അത് അവർ കാണിക്കും. അപ്പൊ അതില് ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ ധർമ്മദൈവാദികള്, ആ ധർമ്മദൈവാദികളുടെ അനുഗ്രഹം ഉണ്ട് വെച്ചെങ്കിൽ പൂർണ്ണമായിട്ടും അവര് തോൽക്കില്ല. അവരുടെ ധർമ്മദൈവാദികൾ വെച്ച് ആരാധിക്കുന്നതായ പുരാതനമായിട്ട് ഗുരുമുത്തച്ഛന്മാരായിട്ട് പഠിച്ച് സേവിച്ചു കൊണ്ടുവന്ന് അവർ കൃത്യമായിട്ട് ആചരിച്ചു വന്നിരുന്ന സമ്പ്രദായങ്ങൾ തെറ്റാതെ പോയി കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കുഞ്ഞുമക്കള് ലോകത്തിന്റെ ഏത് കോണിൽ പോയി കിടന്നാലും അവർക്കൊരു ദുരിതം വന്നു കഴിഞ്ഞാൽ അതിനെ തടുക്കാനോ തടയാനോ നല്ല വഴി കാട്ടാനോ അവർ ആ ധർമ്മദൈവങ്ങള് ഇവിടെ വീട്ടിലിരുന്നാലും അവർ കൃത്യമായിട്ട് അതിനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പാത വെട്ടിത്തെളിക്കാൻ അവർക്കാകും. എന്നാൽ ഈ ധർമ്മദൈവങ്ങൾ അനുഗ്രഹങ്ങൾ ഇല്ലെങ്കിലോ, ധർമ്മദൈവങ്ങൾ ഉണ്ടായിട്ടും അവരുടെ അനുഗ്രഹങ്ങൾ ഇല്ലെങ്കിലോ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിലോ ഇവിടെ സഹായിക്കുമെന്ന് പറഞ്ഞത് ഇപ്പുറത്ത് ദ്രോഹം ഉണ്ടാവുക. അവർ ദ്രോഹിക്കില്ല എങ്കിൽ തന്നെ അവരിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായങ്ങളും അനുകൂലങ്ങളും ഉണ്ടാകില്ല. കാരണം അവർക്ക് നിൽക്കണമെങ്കിൽ അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. അപ്പൊ അതിനെ എന്ത് വേണമെന്ന് പറഞ്ഞാല് ഈ ധർമ്മദൈവാദികള് ഇപ്പോ നോക്കാൻ വന്ന ഒരു വ്യക്തി പറഞ്ഞു, പഴയ കാലത്ത് വളരെയധികം നല്ല ശക്തി ചൈതന്യത്തോടു കൂടി ഇരുന്നിരുന്ന ഒരു കുടുംബം, മന്ത്രമൂർത്തികളെന്നൊക്കെ വെച്ച് ആരാധിച്ചിരുന്ന ഒരു കുടുംബം, ആ മന്ത്രമൂർത്തികളുടേതായ ശക്തി കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന, അതുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന കുടുംബം, ആ വ്യക്തികള് കുറെ പൈസയായി നോക്കുമ്പോ ഉണ്ടായിരുന്ന സംഗതികള് ദൈവങ്ങളിലൊക്കെ എടുത്തിട്ട് അത് കണ്ണി കണ്ട കുളത്തിലും പുഴയിലൊക്കെ കൊണ്ടിടാണ്ടായി, കിണാറ്റിലൊക്കെ ഇട്ട്, കൈത്തോട്ടിലും കുറെ ഉണ്ട്, ഇടാൻ പറ്റുന്നിടത്തൊക്കെ അവരിട്ടു. ഇന്ന് ആ കുടുംബം നശിച്ചുപോയി. അവര് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. അപ്പൊ അത് നല്ല കാലത്ത് ഇതിനൊന്നും നമുക്ക് വെച്ച് നോക്കാനായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല, ആചരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിൽ 4 പെൺകുട്ടികളുള്ളത്, അത് കഴിഞ്ഞ പിന്നെ ആരുമില്ല. അല്ല മോൻ വേറെ, മോൻ വീടായിട്ടൊരു കണക്ഷനും ഇല്ല, അല്ലെങ്കിൽ വിദേശത്തെ ജോലി, ആ വിദേശത്ത് ജോലി ഉള്ളത് കൊണ്ട് ഇവിടെ ഒന്നും നോക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് ഈ ധർമ്മദൈവങ്ങൾ നമുക്ക് വളരെയധികം ശക്തിയുള്ളതാണ്. നമ്മളെ താങ്ങി നിർത്തുന്ന, നമ്മളെ കയ്യിൻ്റെ അടിയിൽ താങ്ങി നിർത്തുന്നതാണ് അവരിനെയാണ് കൊണ്ടുപോയി കളയുന്നത്. പിന്നെ ആരെ താങ്ങാനുള്ളത്? പൈസ അല്ലെങ്കിൽ ആരോഗ്യം, ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതായിരിക്കും. ഒരു വ്യക്തി ചിലപ്പോൾ എപ്പോഴും ഇരുന്നോളണമെന്നില്ല, എന്നാൽ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ദൈവിക ശക്തി അത് കാലാകാലങ്ങളോട് നിലനിൽക്കും. നമ്മളെ ഉള്ള കാണുന്നതായ കഴിവൊന്നൊരു കഴിവല്ല. അത് എപ്പോൾ വേണമെങ്കിൽ ഒരു നിമിഷ നേരം കൊണ്ട് നമുക്ക് തന്ന അരി ആയുസം കഴിയുമ്പോൾ അവിടെ തന്നെ വീണ് കിടന്ന് പെടുന്നു ഇരിക്കും. നമ്മൾ എവിടെ എത്തുന്നു, വീട്ടിൽ വെച്ചിട്ടാണോ, നാട്ടിൽ വെച്ചിട്ടാണോ, വിദേശത്ത് വെച്ചിട്ടാണോ, മക്കളുടെ അടുത്ത് വെച്ചിട്ടാണോ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളെ അഹങ്കാരം മാത്രമേ ഉള്ളൂ.
അപ്പം ഈ ധർമ്മദൈവാദികളെ ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടൊക്കെ ഒഴിവാക്കിയ സമയത്ത് ഇവർ നല്ല ജോലിയുണ്ട്, നല്ല സമ്പാദ്യമുണ്ട്, നല്ല ശമ്പളം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോവുക. അവിടെ എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇവരേനൊക്കെ ഓർത്തിട്ട് ചിലപ്പോൾ കണ്ണീര് വീഴ്ത്തു പോകും. അതേപോലെ തന്നെ നാനാ മതസ്ഥർക്കും അത് തന്നെയാണ്. ഇപ്പോൾ പള്ളിയിൽ പോകുന്ന ആളുകളാണ്, ക്രിസ്ത്യൻ കുരിശൊക്കെ വരച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ ആർക്കും അതിന് വിശ്വാസമില്ല. ആരെങ്കിലും നിർബന്ധപൂർവം ചെല്ലാന്നല്ലാതെ ആർക്കും വിശ്വാസമില്ല. ഇപ്പം അതേപോലെ തന്നെ 5 നേരം നമസ്കരിക്കേണ്ട സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. 5 നേരം നമസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞിട്ടുള്ളതാണത്. അതാരും ചെയ്യുന്നില്ല, മിക്കവാറും ചെയ്യുന്നില്ല. അപ്പം ഈ പറഞ്ഞു വന്നത് അതിൻ്റെ ദുരിതങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചു വരുന്നുണ്ട്. അത് അവസാനം നമ്മൾ പിടിച്ചതും പൊട്ടി ചവിട്ടിയതും പൊട്ടി എന്നുള്ളൊരു നിലപാടിൽ വരുമ്പോഴാണ് ഈ കുട്ടികൾ നേരം വൈകിട്ട് ഒരു 7 മണിക്ക് 8 മണിക്ക് പുറപ്പെട്ട് പോയാലാണ് ക്ലാസ് തുടങ്ങുമ്പോഴേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് ഒരു 9 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് കളിയും കഴിഞ്ഞിട്ടുണ്ടാവില്ല, പുറപ്പെട്ടുണ്ടാവില്ല. ആ സമയത്തൊക്കെ തട്ടിത്തെറിഞ്ഞെടുക്കുന്ന പോലെ ഇവര് ഓരോന്ന് അന്വേഷിക്കാനും നമ്മുടെ ദൈവം എവിടെ, നമ്മുടെ പള്ളി എവിടെ, നമ്മുടെ മസ്ജിദ് എവിടെ, അതെവിടെ ഇതെവിടെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിസ്കരിക്കാൻ മുമ്പ് ഒന്നും കറക്റ്റ് ആവില്ല. അത് ഓർഡറായിട്ട് ചെയ്തു വരികയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ശക്തി ഉണ്ടായിരിക്കും, ഐശ്വര്യം ഉണ്ടായിരിക്കും. ഇത് അവർ ഗ്യാപ്പ് നിന്നാണ് വന്ന് കയറുന്നത്. ചിലപ്പോൾ അത് എവിടെ എത്തിയില്ല, അത് ആളെ ബോധിപ്പിക്കാൻ ചെയ്യുന്ന പോലെ ഉണ്ടാവുക. അപ്പം ഈ പറഞ്ഞു വന്നത് ധർമ്മദൈവങ്ങളുടേതായ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നടക്കും, എന്തിനും നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം. പക്ഷെ ആ ധർമ്മദൈവങ്ങൾക്ക് അവരെ ദുരിതങ്ങളാണെങ്കിലോ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ സഹായിക്കാനും പറ്റില്ല. അപ്പം ഇതറിയുന്ന വ്യക്തികൾ, കുടുംബക്കാരൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മുടെ സ്വന്തം ദൈവം, കുലദൈവം, അതിനൊരാളോടും നമ്മൾ കയ്യും കാലും പിടിക്കണ്ട, നമ്മുടെ സ്വന്തം ഈ ദൈവം തന്നെ അപ്പുറത്തുണ്ടെങ്കിൽ അത് അവരുടെയാണ്. ശക്തിയൊക്കെ ഒന്ന് തന്നെയാണെങ്കിൽ തന്നെ ഇത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തമാണ്, നമ്മളെ കാക്കാനുള്ളതാ, നമ്മളാണ് അതിനെ നോക്കാനോ ശ്രദ്ധിക്കാനോ ഉള്ളൂ. അതില്ലാതെ അതിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ വിദേശത്ത് പോയിരിക്കണു, ജോലിക്കാവട്ടെ സെറ്റിലായിട്ട് അവിടെ വീട് മേടിച്ച് വയ്ക്കുന്നവരോ. പക്ഷെ അവര് 90-ആം കണ്ണ് മുട്ടുക എന്ന് പറയും. അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ദൈവങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുക. അപ്പൊ ചിലവർ അവിടെ ഇരുന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഇതേപോലെ ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ അതൊക്കെ കട ഉണങ്ങിയതിന് ശേഷമാണ് അവർ വെള്ളം ഒഴിക്കാൻ നോക്കുന്നുണ്ടാവുക. അതാ ഉണങ്ങാ പച്ചപ്പിൽ അതിൽ തന്നെ ഇത് വാട്ടം വരണമെന്ന് കണ്ട വശം അതിന് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുന്നേ തന്നെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്വദേശത്തായാലും വിദേശത്തായാലും എന്ത് ദുരിതമുണ്ടെങ്കിലും അവർ എൻ്റെ അച്ഛ, അല്ലെങ്കിൽ എൻ്റെ ഭഗവാനെ, അല്ലെങ്കിൽ ഇന്നാളെ എൻ്റെ അമ്മ ദേവി, ഞാനിന്ന് തോറ്റുല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷമമാണ് എനിക്ക് വരണത്, ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു അവലാതി, എന്നുള്ളൊരു പരാതി, എന്നുള്ള ആ ഒരു അപേക്ഷ കേൾക്കുമ്പോഴേക്കും അവർ നമുക്ക് കാണാനായിട്ട് കഴിയില്ലെങ്കിലും അതിനെ എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിഷമം, ആ വിഷമത്തിനെ പരിഹരിക്കാൻ അവരുണ്ടായിരിക്കും. അല്ല ഇതൊന്നും ഇല്ലെങ്കിലോ വെറുതെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കാനുണ്ടാവും, ഒരു രക്ഷയുണ്ടാവില്ല. അപ്പം ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പം ഇങ്ങനെ ദുരിതങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ, ധർമ്മദൈവാദികളുള്ളതായ കുറവുകളൊക്കെ ഉണ്ട് വെച്ചാൽ അവർ നന്നാക്കുക, അവരുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് കിട്ടണം. ആ പൂർണ്ണമായിട്ട് കിട്ടുമ്പോൾ കുടുംബത്തിനും മക്കൾക്കും തൊഴിലിനും അതേപോലെ തന്നെ നല്ലൊരു ആപത്തും ദുരിതങ്ങളൊന്നും ഇല്ലാതെ അവരെന്നെ കാത്തുരക്ഷിക്കും. നമ്മൾ അവർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരം വെളുക്ക് വയ്ക്കുക, അല്ലെങ്കിൽ 2 നേരം വെളുക്ക് വയ്ക്കുക, ഒരു നൈവേദ്യം വയ്ക്കുക, മാസത്തിലൊരിക്കൽ ചുറ്റുവിളക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പായസമൊക്കെ നൈവേദ്യം വയ്ക്കുക, അത്ര തന്നെ ചെയ്യണ്ടുള്ളൂ. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കുറവുകളുണ്ട് വെച്ചാൽ ആ കുറവുകൾ കുറ്റമറ്റതാക്കിയിട്ട് അവരെ നമ്മൾ കൊണ്ടു നടക്കും, രക്ഷിക്കും. അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അതൊരു ഉപകാരമാവുമെന്ന് തോന്നുന്നു. അങ്ങനെ ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.